ഹലോ ഗായ്സ്, ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഒരു ഇതേപോലത്തെ കുപ്പി ഞങ്ങൾ വൃത്തിയാക്കാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ ഒരു ബ്രഷ് എടുക്കുക, പിന്നെ നമ്മൾ ഈ കുപ്പി കൊണ്ടുപോവുകയാണ്, നമ്മൾ കഴുകാൻ കൊണ്ടുപോവുകയാണ്. അതാണ് ഞങ്ങളുടെ പൈപ്പ്. പൊഞ്ഞ് കഴുകാം. ഞങ്ങൾ ബ്രഷ് ഫസ്റ്റ് കഴുകുന്നുണ്ട്, എന്നിട്ടാണ് ഫസ്റ്റ് കുപ്പി ഒന്ന് കഴുകി വെക്കാം. എന്നിട്ട് പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരുതണോ കുറച്ച് വരുത്താം, ജസ്റ്റ് ഒന്നുകൂടി വെള്ളമാക്കാം. എന്നിട്ട് നമുക്ക് പോയിട്ട് സോപ്പ് എടുത്തിട്ട് വരാം. ഇപ്പോൾ സോപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മളിനി വെള്ളം തുറന്നിട്ടുണ്ട്. സോപ്പിലേക്ക് കുറച്ച് വെള്ളമാക്കാൻ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രഷിലേക്ക് കുറച്ച് സോപ്പ് എടുക്കുക. കണ്ടോ, ഇതുപോലെ എടുക്കുക. നല്ലോണം എടുത്തോട്ടോ. ഇതുമ്പോൾ കുറേ നല്ല ചളിയുണ്ട്. നല്ല ആ സ്റ്റിക്കറൊക്കെ കണ്ടില്ല നിങ്ങൾ, ഒക്കെ പോയി കിട്ടണം. ഇനി ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, എന്തൊരു പണി വെച്ചിട്ട് നല്ലൊരു ഇതുണ്ട്. ഞാൻ ഒരുത്തനൊന്ന് സ്പീഡപ്പ് ആക്കുന്നുണ്ട് കേട്ടോ. എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഗായ്സ് 10 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരത്തിന് മാത്രം ഞാൻ 50 സ്പീഡപ്പാക്കിയിട്ടാണ്. ഇത് ഈ സ്റ്റിക്കറുണ്ടോ, ഈ സ്റ്റിക്കർ പറിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ചൊരു നേരം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സ്റ്റിക്കർ പറിച്ചെടുക്കാൻ തന്നെ ഞാൻ എത്രമാനം നേരം ഇതിൻ്റെ പകുതി ടൈമിൽ സ്റ്റിക്കർ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ഫുള്ള് കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ പറ്റിയത്ര നമ്മൾ എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ലാസ്റ്റിക്ക് ഒന്നോ രണ്ടോ പുള്ളിയായിട്ട് ഉള്ളു കിട്ടാൻ. കുറേ നേരമായി വരുന്നു. കൈ കൊണ്ടൊന്ന് ഇതാക്കി നോക്കാം. ജസ്റ്റ് നല്ലോണം കൈ കൊണ്ട് വരുത്തി. കുറേ നേരം ഞാൻ വരുത്തിക്കുന്നു കൈ കൊണ്ട്. കൈ കൊണ്ട് വരുത്തിയിട്ട് കൈ വീഴ്ത്താവിൽ തുടങ്ങി. കുഞ്ഞ് ബ്രഷ് കൊണ്ട് തന്നെ ഒന്നുകൂടി വരുത്തി നോക്കാം. ക്യാമറ ജസ്റ്റ് ഒരു ഇതുണ്ട് കേട്ടോ, അത് നിങ്ങളൊന്ന് ക്ഷമിക്കണേ. ക്യാമറക്കൊരു ബ്ലർനെസ്സൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. അത് ഈ ക്യാമറ കുറേ കാലം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ടാണ്. പിന്നെ ക്യാമറ എടുക്കണം തന്നെ അനിയത്തിയാണ്, അപ്പം അതിനനുസരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അത് വേറൊരു വിഷയം. കണ്ടോ, എത്രമാനം നേരമായി ഇപ്പോൾ സ്റ്റിക്കറിന് ഒരു അനക്കമില്ല. എനിക്ക് നല്ല ഈറ വരുന്നുണ്ട്. പിന്നെ എൻ്റെയൊക്കെ ഒരു ഐഡിയ ആയിട്ട് ഞാൻ ആ കല്ലെടുത്താണ് അടുത്ത് തുടങ്ങി. കണ്ടോ, ഈ ഭാഗം ഇനി കളയാൻ എത്ര ടൈം എടുക്കുന്നത്? പറിച്ചോനെ അത്ര അറിയുള്ളൂ. കണ്ടോളി, ഒന്നുകൂടി സ്പീഡാക്കി തരാം. ഇത്രയും നേരം കൊണ്ട് ഇത്രയിലും ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കുറച്ചേ പോന്നിട്ടുള്ളൂ. ഇനി മതി. അത് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് കുപ്പി. ഞാൻ പറഞ്ഞില്ലേ ക്യാമറ ഒരു ഇതുണ്ട് കേട്ടോ, അതൊന്ന് ക്ഷമിക്കണേ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കഴുകിയെടുക്കാനൊരു 1.5 പണിയാണ്. ഇനി എൻ്റെ ട്രിക്ക് ഉണ്ട്, അത് ഞാൻ ലാസ്റ്റിക്ക് പറഞ്ഞുതരാം. അത് അപ്പോഴേ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ക്യാമറ ജസ്റ്റ് ഒന്ന് കട്ടായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ.
അപ്പോൾ ഇത് കഴിഞ്ഞേക്ക് വീഡിയോ കട്ടാവുകയാണ് ഉണ്ടായത്. അപ്പം ഞാൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ആ സോപ്പിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് വിട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ആ സോപ്പിൻ്റെ കുറച്ച് വെള്ളമാക്കിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ചേർത്ത് വെച്ചു. ഫോൺ ചാർജിന് ഇട്ട് ഒരു മണിക്കൂറായിട്ട് ഞാൻ അങ്ങനെ വെച്ചു. അപ്പോൾ ഒന്നുകൂടിയും സെറ്റായിട്ടുണ്ട് കണ്ടോ, ഒന്നുകൂടിയും ക്രിസ്റ്റൽ ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഐഡിയ പറഞ്ഞത് ചെയ്തുതരാൻ. കുറച്ച് കല്ലെടുക്കുക, ഒരു ചെറിയ ചെറിയ കല്ലുകളെടുക്കുക, സോപ്പിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യാം. അടുത്ത് ഇങ്ങനെ എടുക്കുക സോപ്പിൽ, എന്നിട്ട് അത് അതേപോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടുക. അത് അങ്ങനെ എടുക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കല്ലാണ് ഏറ്റവും നല്ലത്. ഈ വലിയ വലിയ കല്ലാക്കുമ്പോൾ അത് വലിയ ഇതുണ്ടാവില്ല കണ്ടോ. ഞാൻ അടുത്ത ചെറിയ ചെറിയ കല്ലുകളുണ്ട്, അങ്ങനത്തെ കല്ലെടുക്കുക. അതൊന്ന് കഴുകണം. എന്തിനാ വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ ആ മണ്ണുണ്ടെങ്കിൽ അതൊന്നാണ് പൊയ്ക്കോട്ടെ കഴുകിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ കഴുകിയാൽ മതി, അല്ലെങ്കിൽ കഴുകണമെന്നൊന്നുമില്ല. കണ്ടോ, ഞാനത് അതിലോട്ട് ഇടാൻ പോവാണ്. അത് അതിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഇടുകയാണ്. നമ്മൾ കുറച്ച് കല്ലിട്ടുന്നുള്ളൂ, ഒരു 10 കല്ലിട്ട് ഇടണുള്ളൂ. ചെറിയ ചെറിയ കല്ലുകളാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലോണം ഷെയ്ക്ക് ചെയ്യും. ഇത് എൻ്റെ കൈമ അങ്ങനെ സോപ്പായതുകൊണ്ട് എനിക്ക് ഷെയ്ക്ക് ചെയ്യാൻ പറ്റണില്ല. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കൊപ്പിയൊന്ന് കഴുകുന്നുണ്ട്. അത് നല്ല ഷെയ്ക്കിങ്ങാണ് നടക്കുന്നത്. ആണോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇനി ഞാൻ കഴുകിയിട്ടൊന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ മറ്റേ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 2 പ്രാവശ്യം കഴുകിയാൽ മതി. ഇതിപ്പോൾ ഞാൻ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. ഇതിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നോട് ചോദിക്കരുത്, എനിക്ക് അറിയില്ല. അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാനിത് ഇതാക്കി കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്ക്. നിങ്ങൾ എനിക്ക് ഒരു ഉപകാരം മാത്രം ചെയ്ത് തന്നാൽ മതി. ആ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളെ ലൈക്ക് ഒന്നടിക്കുക. എനിക്ക് അത്ര മാത്രം ചെയ്യുന്നത് തന്നാൽ ഞാൻ അത്ര ഒരു 2 മണിക്കൂറായിട്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കി കൊണ്ടിട്ടുണ്ട്. കാരണം ആ സ്റ്റിക്കർ കളയാനാണ് ഞാൻ എത്രമാനം നേരെ ഇരുന്ന് കുണിച്ചിട്ടാണ്. എന്നിട്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യാറുണ്ട് കണ്ടോ. ആ സ്റ്റിക്കർ ഇപ്പോഴും ഞാൻ റിമൂവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ എനിക്കൊരു സബ്സ്ക്രൈബ് പിന്നെ നിങ്ങൾ ചെയ്തില്ലേലും കുഴപ്പമില്ല, ഒരു ലൈക്ക്. നിങ്ങൾക്കൊരു എൻ്റെ ചാനലിലൊന്ന് കയറി വെക്കും. എൻ്റെ സബ്സ്ക്രൈബർ അത്ര ഇതാണ് ഞങ്ങളെ തിരുമ്പത്തിക്കണില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. നമുക്ക് എൻ്റെ അടങ്ങാറ് കണ്ടിട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. കുപ്പി എന്തിനാണ് യൂസ് ചെയ്യുക അറിയോ? ഈ കുപ്പി ഇങ്ങനെയാണ് എടുക്കുക, തലക്കൊന്നാണ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുപ്പി ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല കേട്ടോ, ഞാൻ ചെടി വെക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുപ്പി അടിപൊളിയായിട്ട് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് നല്ല ഗ്ലോയിങ് ആണ്. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് അവിടെ മറ്റേ സ്റ്റിക്കർ മാത്രമേ എനിക്ക് കളയാൻ പറ്റിയില്ല. എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും, മാക്സിമം ഷെയർ ചെയ്യും, ലൈക്ക് അടി. ഓക്കെ, ഇതുപോലത്തെ വീഡിയോസുമാണ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി. അപ്പോൾ ബായ്.